അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? വലിയ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടോ, ഒറ്റപ്പെടൽ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ഓർത്തിട്ട് നമ്മൾ മനസ്സ് വല്ലാതെ ഇടുങ്ങിപ്പോയിട്ടുള്ള ഒരു അവസ്ഥ അല്ലേ? എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് നിന്ന് പെട്ടെന്നൊരു പ്രകാശം പരന്നാലോ? അടഞ്ഞു പോയ വാതിലുകൾ ഓരോന്നായിട്ട് നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടാലോ? അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എന്ത് സംഭവിക്കും? അതാണ് അള്ളാഹുവിൻ്റെ ഒരു മഹാ അത്ഭുതം. ആ ഒരു വിശേഷണം തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ മനോഹരമായ 22ാമത്തെ നാമത്തെക്കുറിച്ചിട്ടാണ്. അൽ ബാസിത്ത് യാ അല്ലാ, അതായത് വിശാലമാക്കുന്നവൻ. അൽ ബാസിത്ത് എന്നാൽ എന്താണ്? നമ്മൾ അൽ ബാസിത്ത് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. അള്ളാഹു ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പിടിച്ചു വെക്കുന്നത് പിന്നീട് നമുക്ക് വലിയ രീതിയിൽ നൽകാൻ വേണ്ടിയിട്ടാണ്. ബാസിത്ത് എന്നാൽ അറബിയിൽ പരത്തുക അഥവാ വിരിക്കുക, വിശാലമാക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. നമ്മുടെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ അതിന് ആശ്വാസം നൽകി വികസിപ്പിക്കുന്നതും, ഒട്ടും പ്രതീക്ഷിക്കാത്തടുത്ത് നിന്നിട്ട് നമുക്കൊരു റിസ്ക് എത്തിച്ചു തരുന്നതും അൽ ബാസിത്തായ റബ്ബാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്ക് ചരിത്രത്തിലെ ചില അത്ഭുതങ്ങൾ നോക്കാം. ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ചരിത്രം. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വെള്ളമില്ലാതെ കുഞ്ഞ് ഇസ്മായിൽ കരഞ്ഞപ്പോൾ ഹാജറ ബീവി റളിയല്ലാഹു അൻഹു സഫ മർവ കുന്നുകൾക്കിടയിൽ പ്രതീക്ഷയോടെ ഓടി. അന്ന് അള്ളാഹു ആ കുഞ്ഞിൻ്റെ കാൽക്കൽ നിന്ന് സംസം ഉറവ ഒഴുക്കി. അന്ന് ആ മരുഭൂമിയിൽ വെള്ളം വിരിച്ച അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തിലെ വരൾച്ച മാറ്റാൻ കഴിയില്ലേ? ഇനി നമുക്ക് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നോക്കാം. പിന്നിൽ ഫിർഔൻ്റെ സൈന്യവും മുന്നിൽ ആർത്തുലക്കുന്ന ചെങ്കടലുമായി മൂസാ നബിയും അനുയായികളും അകപ്പെട്ടപ്പോൾ എൻ്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ട് എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഉറച്ചു വിശ്വസിച്ചു. അവിടെ അൽ ബാസിത്ത് ചെങ്കടൽ പിളർത്തി 12 ഉണങ്ങിയ വഴികൾ അവർക്കായി വിരിച്ചു നൽകി രക്ഷപ്പെടുത്തി. നിങ്ങളുടെ മുന്നിലും പ്രതിസന്ധികളുടെ കടലാണെങ്കിൽ ഓർക്കുക, വഴിയൊരുക്കാൻ അൽ ബാസിത്ത് യാ അല്ലാ ഉണ്ട്. നമ്മുടെ തെറ്റുകൾ എത്ര വലുതായാലും അള്ളാഹുവിൻ്റെ കാരുണ്യം അതിനേക്കാൾ വിശാലമാണല്ലോ. പകല് തെറ്റ് ചെയ്തവർക്ക് പശ്ചാത്താപിക്കാൻ രാത്രിയിലും, രാത്രി ചെയ്തവർക്ക് മാപ്പിരക്കാൻ പകലും അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൻ്റെ കൈകൾ നീട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ലോകം മുഴുവൻ നമ്മളെ കുറ്റപ്പെടുത്തിയാലും അൽ ബാസിത്തായ നമ്മളെ പടച്ച തമ്പുരാൻ, നമ്മളെ ഏക ഇലാഹ് ആയ റബ്ബിൻ്റെ വാതിൽ നമുക്കായിട്ട് എപ്പോഴും തുറന്നിട്ടുണ്ടാകും. അവിടെ ഒരു നിരാശയും വേണ്ട. ഈ അള്ളാഹുവിൻ്റെ ഈ നാമം വിശ്വസിക്കുന്നവരിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് പ്രതീക്ഷയാണ്. അൽ ബാസിത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നിരാശരാകാൻ കഴിയില്ല. ഇന്ന് ഇടുങ്ങിയതാണെങ്കിൽ നാളെ എൻ്റെ റബ്ബ് അത് വിശാലമാക്കും എന്ന ആ ഒരു ചിന്ത മാത്രം മതി, ആ ഒരു പ്രതീക്ഷ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാകും. രണ്ടാമത്തേത് ഔദാര്യം. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കായിട്ട് പങ്കുവെക്കുക. നമ്മൾ മറ്റൊരാളുടെ ജീവിതം വിശാലമാക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ജീവിതവും ഇരട്ടിയായിട്ട് വിശാലമാക്കും. മൂന്നാമത്തേത് വിനയം. ലഭിച്ച അനുഗ്രഹങ്ങളിൽ അഹങ്കരിക്കാതെ. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് പോലും ഒരു അനുഗ്രഹമാണ് അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ അതൊന്നും അഹങ്കരിക്കാതെ, നമുക്കുള്ളതൊന്നും നമ്മളുടേതാണെന്ന് അഹങ്കരിക്കാതെ, പടച്ച തമ്പുരാൻ തന്ന അനുഗ്രഹമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക. കടബാധ്യതകളുണ്ടോ, മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടോ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ മനസ്സൊരിക്കലും മടി കൊടുക്കരുത്. നമ്മുടെ പ്രാർത്ഥനകളിൽ യാ ബാസിത്ത് യാ അല്ലാ എന്ന് വിളിച്ച് ഹൃദയ വിശാലതയ്ക്കും റിസ്കിനും വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക.
അള്ളാഹു നമ്മുടെ ഉള്ളിൽ സമാധാനം വിരിച്ചു തന്നാൽ ചെറിയൊരു വീട്ടിൽ കഴിഞ്ഞാലും നമ്മളായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാൻ. സൂറത്തുൽ ഇൻഷിറ, അലം നിശ്റലക എന്ന സൂറത്ത് അധികമായി ഓതുന്നത് മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ ശ്വാസവും ഉണ്ടല്ലോ, കുടിക്കുന്ന ഓരോ തുള്ളി വെള്ളം ഉണ്ടല്ലോ, കഴിക്കുന്ന ഓരോ നേരത്തെ ഭക്ഷണം ഉണ്ടല്ലോ, അൽ ബാസിത്തായ അള്ളാഹു നമുക്കായി ഈ ഭൂമിയിൽ വിരിച്ചു തന്നതാണ്. നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ എത്രയോ അധികമാണ് ആ റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മുന്നിൽ വഴികളടഞ്ഞ് ജീവിതം വല്ലാതെ ഇടുങ്ങിപ്പോയിട്ട് എന്ന് തോന്നുമ്പോൾ വിഷമിക്കരുത്, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കരുത്. ദുആ ചെയ്ത് നോക്ക്. ഒരു പക്ഷേ അൽ ബാസിത്തായ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിലും വലിയ ഒരു പ്രകാശവും സന്തോഷവും തരാൻ വേണ്ടി കാത്തു വെച്ചിരിക്കുകയായിരിക്കും. ആ റബ്ബിൽ നിങ്ങൾ ഭാരമേൽപ്പിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശമനവും കടങ്ങൾക്ക് പരിഹാരവും ഹൃദയങ്ങൾക്ക് ശാന്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ അവൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കട്ടെ. അൽ ബാസിത്ത് യാ അല്ലാഹ് എന്ന ഈ മഹത്തായ നാമത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിന് കുളിർമ നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഇത്തരം അറിവുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒരു ഷെയർ ഒരു പക്ഷേ ജീവിതത്തിൽ വല്ലാതെ നിരാശപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു സഹോദരന് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിന്, ഒരു സഹോദരിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള വലിയൊരു ആശ്വാസമായിട്ട് മാറിയാലോ. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ഇതുപോലെയുള്ള ആത്മീയമായിട്ടും പ്രചോദനപരമായ കൂടുതൽ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഈ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.